ഈശോയെ ഞാനെന്നും ആനന്ദവായ്പോടെ ആരാധിക്കും. ഈശോയെ നൽകിയ അമ്മയോടൊപ്പം ഞാൻ ആദിവ്യ സ്നേഹത്തിൽ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള നമ്മുടെ പഠനം നമ്മുടെ വിശ്വാസ ജീവിതത്തെ തന്നെ വളരെയധികം സഹായിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതാണ് നിങ്ങളുടെ എഴുത്തുകളിൽ നിന്നും നിങ്ങളുടെ സന്ദേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലേക്കും നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പറയുകയുണ്ടായി, ഇതൊരു തീർത്ഥാടനമാണ്. ബേത്ലഹേമിൽ നിന്നും ഈജിപ്തിലേക്കും, ഈജിപ്തിൽ നിന്നും നസ്രത്തിലേക്കും ഇന്ന് നമ്മൾ ചെന്നെത്തുന്നത് കാനായിലെ ആ കല്യാണ വിരുന്നിലാണ്. അവിടെ വെച്ച് പരിശുദ്ധ കന്യാമറിയത്തെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം, സുവിശേഷകൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കാനായിൽ നടന്ന ആ സംഭവം, ആ അത്ഭുതം യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തിലെ ആദ്യത്തെ അടയാളമായിട്ടാണ്. അതിനൊരു വലിയൊരു പ്രതീകാത്മകതയും ആ സംഭവത്തിനുണ്ട്. അതാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്നും നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ആദ്യമായി എന്താണ് കാനായിൽ സംഭവിക്കുന്നതെന്ന് യോഹന്നാൻ സുവിശേഷൻ പറയുന്നത് നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം, യോഹന്നാൻ സുവിശേഷകനെ പ്രതീകമായി അവതരിപ്പിക്കുന്നത് ഒരു കഴുകനോടാണ്. യോഹന്നാൻ്റെ സുവിശേഷം. കാരണം കഴുകൻ അത്യുച്ചത്തിൽ പറക്കുകയും എന്നാൽ അത്യഗാധമായി സഞ്ചരിക്കുന്ന ഒരു കൊച്ചു ജീവിയെ കാണാനുള്ള ആ കണ്ണിൻ്റെ കാഴ്ചയുണ്ട്. ഇതുപോലെ അഗാധമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ. ആ രഹസ്യം കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവത്തിലും കാണാൻ സാധിക്കും. ആദ്യമായി നമുക്ക് ആ സുവിശേഷ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2:1 മുതൽ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനിയും പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ വിവരിക്കുന്ന സുപ്രധാനമായ സംഭവമാണ് കാനായിലെ ഈ കല്യാണ വിരുന്ന്. ഇവിടെ 2-3 സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നാൽ മേരി ക്ഷണിക്കപ്പെട്ടതായിട്ട് പറയുന്നില്ല. അതേസമയം മേരി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം അവിടെ വീഞ്ഞു തീർന്നപ്പോൾ കലവറക്കാരനോ മണവാളനോ ആർക്കും അതേപ്പറ്റി വലിയ വേവലാതിയൊന്നും കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. അതേസമയം മേരിയാണ് വേവലാതിപ്പെട്ട് ഓടി വരുന്നത്. ഇതേപ്പറ്റി ചില ചരിത്രകാരന്മാർ പറയുന്നത് ഒരുപക്ഷെ മേരിയുടെ തന്നെ അടുത്ത ബന്ധുക്കാരുടെ ഒരു കല്യാണമാകാം.
മേരിയാകാം അത് മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ മേരി അവരുടെ ആ വേദനയിൽ പെട്ടെന്ന് അലിഞ്ഞു ചേർന്ന്, അവരുടെ പ്രയാസത്തിൽ അലിഞ്ഞു ചേർന്നൊരു മാർഗം കണ്ടുപിടിക്കാൻ വരികയാണ്. കോപ്റ്റിക് സുവിശേഷത്തിൽ പറയുന്നത് മേരിയുടെ ഈ മണവാളൻ്റെ അമ്മയുടെ അനുജത്തിയായിരുന്നു മേരി എന്നാണ്. അത് ഒരു പാരമ്പര്യം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മേരിയുടെ പ്രധാനപ്പെട്ട ഒരു റോൾ അവിടെ നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മേരി അവിടെ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു അപേക്ഷ വയ്ക്കുന്നത്. തൻ്റെ ദൗത്യം മേരി അവിടെയും, ശുശ്രൂഷയുടെ ആ ദൗത്യം അവിടെയും കാണിക്കുന്ന രംഗമാണിത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം വാക്യം 4. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഇവിടെ യേശു സ്വന്തം അമ്മേനെ സ്ത്രീയെന്നും നീയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വിളിക്കുന്നത് ഒരു ബഹുമാനക്കുറവിനെയാണോ കാണിക്കുന്നത്? ഇതെന്താണെന്ന് അച്ഛനൊന്ന് വിശദീകരിച്ച് തരാമോ? കഴിഞ്ഞ ദിവസം കിട്ടിയ ചോദ്യാവലിയിൽ പല ചോദ്യങ്ങളും ഈ ഒരു ഇതിൻ്റെ ഒരു ഉത്തരത്തിനായി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. എന്തുകൊണ്ട് മേരിയെ യേശു ആ പ്രത്യേകമായ നിമിഷത്തിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സ്ത്രീയെ എന്ന് വിളിച്ചു? ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യോഹന്നാൻ എഴുതിയ ആ സുവിശേഷത്തിലെ വിവർത്തനം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വാക്യമായിട്ടാണ് ഇത് കാണുന്നത്. ഗ്രീക്കിൽ ഇതിൻ്റെ വാക്യം ഇതാണ്, പ്രത്യേകിച്ച് പറയുന്ന ഇതാണ്: തീ എമോയ് കായ് സോയ് ഗുണായി എന്ന് പറഞ്ഞാൽ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്ന് മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ വാട്ട് ഹിയർ ടു ഡു വിത്ത്. ഇതിൻ്റെ അർത്ഥം ഗുണായി എന്ന് പറഞ്ഞ സ്ത്രീ. എന്തുകൊണ്ട് മേരിയെ ആ നിമിഷത്തെ സ്ത്രീ എന്ന് വിളിച്ചു? ഇത് വലിയൊരു പ്രതീകാത്മകമാണ്. ആ നിമിഷം വരെയും ആ ദിവസം വരെയും മേരിയെ അമ്മയെന്ന് വിളിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യേശു തൻ്റെ പരിസര ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതൊരു ജീവിതത്തിൻ്റെ പുതിയ ഘട്ടമാണ്. ഇവിടെ യേശുവിന് മനസ്സിലായി തൻ്റെ ദൗത്യം എന്താണെന്നും അതുപോലെ തന്നെ മേരിക്കും ഒരു പുതിയ ദൗത്യമുണ്ടെന്നും. എവിടെയാണ് നാം ആദ്യമായി സ്ത്രീയെ കണ്ടുമുട്ടുന്നത്? സ്ത്രീ എന്ന പദം കണ്ടുമുട്ടുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. നരനിൽ നിന്നും നാരിയെ സൃഷ്ടിച്ചു, എന്നിട്ട് അവൾക്ക് അവളെ വിളിച്ചു സ്ത്രീ. ഇതൊരു സമൂഹത്തെ മുഴുവൻ, ഒരു മാനവകുലത്തെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന വാക്കാണ്. ഇവിടെ യേശു മേരിയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പാരമ്പര്യത്തിൽ നിന്നും ബൈബിൾ പണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും അമ്മയിൽ നിന്നും സ്ത്രീയായി വളരുവാൻ വേണ്ടി മേരിക്കുള്ളൊരു ആഹ്വാനമാണ്. എന്താണ് സ്ത്രീ? ഗുണായ് എന്ന ഗ്രീക്ക് പദത്തിന് സാധാരണ നമ്മൾ പറയുന്ന സ്ത്രീ എന്നർത്ഥമുണ്ട്, സഹോദരി എന്നർത്ഥമുണ്ട്, അമ്മ എന്നർത്ഥമുണ്ട്. മേരിയെ യേശു അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ യേശുവും മേരിയുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധമാണ്. എന്നാൽ താൻ പരസ്യകാല ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും യേശു മാറി ഇതാ ഒരു പുതിയ രാജ്യത്തിലേക്ക്, പുതിയ കുടുംബത്തിലേക്ക് യേശു പ്രവേശിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക്. അവിടെ മറിയത്തോട് പറയുകയാണ്, ഇന്ന് മുതൽ നീ സ്ത്രീ ആകണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മാത്രമല്ല, സകല ജനങ്ങളുടെയും സഹോദരിയും അമ്മയും രാജ്ഞിയുമായി തീരണം. മേരിയെ അമ്മയിൽ നിന്നും സ്ത്രീയിലേക്ക് വളർത്തുകയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അന്നത്തെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇന്ദിരാഗാന്ധി ഈസ് ദ വുമൺ ഓഫ് ഇന്ത്യ. വേണമെങ്കിൽ പറയാമായിരുന്നു ഇന്ദിരാഗാന്ധി ഈസ് ദ മദർ ഓഫ് രാജീവ് ഗാന്ധി. പറഞ്ഞില്ല, വുമൺ ഓഫ് ഇന്ത്യ. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഇവിടെ മേരിയെയും യേശുനാഥൻ സ്ത്രീയായി വാഴിക്കുകയാണ്. അതുപോലെ തന്നെ യേശു ഒരുങ്ങുകയാണ്. കാൽവരിയിൽ വെച്ച് എല്ലാം പൂർത്തിയാകുന്നതിന് മുമ്പിലെ മേരിയെ സ്ത്രീ എന്ന് വിളിക്കുവാനുള്ള യേശുവിൻ്റെ ഒരുക്കവുമായിരുന്നു ഇവിടെ. അതായത് മേരിയെ തൻ്റെ പുതിയൊരു ദൗത്യത്തിലേക്ക് യേശു കടത്തിവിടുന്നു. അതുകൊണ്ട് ഏറ്റവും ബഹുമാന പുരസ്സരമാണ് അത് വിളിച്ചത്. പിന്നെ നമ്മളെപ്പോഴും ഉണ്ട്, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ
എന്താണ് നമ്മുടെ മനസ്ഥിതി, അതിനെ ആന്തരിക മനസ്ഥിതിയെ, മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. അത് ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ മോളും മോനും രണ്ടുപേരും 10ാം ക്ലാസ് എഴുതി. മോൾക്ക് എല്ലാത്തിനും A+ കിട്ടി. മാർക്ക് കണ്ടപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, കൊള്ളാം മോളെ. രണ്ടാമത്തെ മകൻ, അവൻ എല്ലാത്തിനും C+ കിട്ടി. അവനോടും പറഞ്ഞു, കൊള്ളാം. കണ്ടോ, രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട്. ഇവിടെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ യേശുവിൻ്റെ മനോഭാവം, അതിൻ്റെ പ്രതീകാത്മത, അതാണ് കാണുന്നത്. ഏറ്റവും ബഹുമാനത്തോടും അധികാരത്തോടും കൂടിയുള്ളൊരു വിളിയമായിരുന്നു. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കാനായിലെ വിരുന്നിൽ വെച്ച് ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്താണ് ഈശോ ഉദ്ദേശിച്ച സമയം? ഈശോ പറഞ്ഞ സമയം എപ്പോഴാണ് പൂർത്തീകരിക്കുക? യേശു സുവിശേഷത്തിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല. ഉദാഹരണം പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 6-8 അവിടെ പറയുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അവിടെ നാം കാണുന്നുണ്ട്, യേശു പറയുന്നു സമയമായിട്ടില്ല. എന്നാൽ യേശു ഗത്സമനി വിളിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, സമയമായി. സമയമായി. എന്താണ് സമയം? തൻ്റെ ബലിയർപ്പണത്തിൻ്റെ സമയമായി. അതായത് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുന്ന നിമിഷമാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം സമയം. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത് സമയമായിട്ടില്ല. അവിടെയാണ് മേരിയുടെ അത്ഭുതത്തിൻ്റെ, മേരിയുടെ മധ്യസ്ഥതയുടെയും ആ സമയത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ പരസ്യജീവിത കാലത്തേക്ക് മേരിയുടെ പ്രത്യേക മധ്യസ്ഥം വഴി യേശുവിന് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. അത് സമയമാകുന്നതിൻ്റെ തുടക്കമായിരുന്നു. ആ സമയം പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയിലാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. കാനായിലെ കല്യാണ സംഭവ പരമ്പരതകളും ചരിത്ര വസ്തുക്കളിൽ നിന്നും പ്രതീകാത്മകതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ആ സംഭവത്തിൽ മാത്രം തങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ മനസ്സ്. യേശുവിനെ പുതിയൊരു മെസ്സിയാനിക് ഏജ്, ദൈവരാജ്യത്തിൻ്റെ തുടക്കമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. പുതിയ ഉടമ്പടിയുടെ തുടക്കം. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെയും മേരിയുടെയും ആ പ്രസക്തി അവിടെയാണ് വരുന്നത്. ഇന്ന് ഇതാണ് നമ്മുടെ പഠന വിഷയം നമ്മളാക്കിയത്. എപ്രകാരമാണ് മേരിയുടെ മധ്യസ്ഥത സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഉള്ളത് എന്നും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയുന്നുണ്ട്. അടുത്ത നമ്മുടെ പരമ്പര മേരിയുടെ ജീവിതത്തിലേക്ക് കൂടുതലായി നമുക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വീണ്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. നമുക്കൊരുമിച്ച് നമ്മുടെ ഈ തീർത്ഥയാത്ര തുടരാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ലുത്തിനിയ രഹസ്യങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന വിശ്വാസികളായ നാം എത്തിച്ചേരുന്നത് മറിയമെന്ന സ്വർഗീയ സാഗരത്തിലേക്കാണ്. ലുത്തിനിയയിലെ ഓരോ രഹസ്യങ്ങളും നമുക്ക് മുൻപിൽ ആഴത്തിലുള്ള സ്വർഗീയ രഹസ്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ലുത്തിനിയ രഹസ്യങ്ങളുടെ ആദ്യ ഭാഗത്തെ വർണ്ണാഭമാക്കുന്ന ഒരു ചിന്തയാണ് കളങ്കമറ്റ കന്യകയായ മാതാവേ എന്ന മാതൃവിശേഷണം. മറിയം കളങ്കമില്ലാത്ത കന്യകയാകുന്നു എന്ന് ഏറ്റുപറയുന്നു. മറിയമെന്ന കന്യകയുടെ തിരഞ്ഞെടുപ്പ് സ്വർഗത്തിൻ്റെ വലിയ പദ്ധതിയാകുന്നു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. ഇതിനുവേണ്ടി തൻ്റെ പുത്രന് അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ യുവതിയെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളുമായി വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിൽ തിരഞ്ഞെടുത്തു. ആ കന്യക മറിയമായിരുന്നു.
ഈ തിരഞ്ഞെടുപ്പാണ് ഈ രഹസ്യത്തിൽ നാം സ്മരിക്കുന്നത്. മനുഷ്യാവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയായ മറിയത്തിൻ്റെ സമ്മതം ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീ വഴി ലോകത്തിലേക്ക് മരണവും ശിക്ഷയും കടന്നു വന്നതുപോലെ ഒരു സ്ത്രീ വഴി ജീവനും കൃപയും കടന്നുവരാൻ ദൈവം തിരുമനസ്സാകുന്നു. ദൈവത്തിൻ്റെ കൃപാവരം കൊണ്ട് നിറയപ്പെട്ട മറിയം അവളുടെ ഉത്ഭവ നിമിഷം മുതൽ രക്ഷിക്കപ്പെട്ടവൾ ആണെന്നും കന്യകയാണെന്നും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉദ്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉദ്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു. സൃഷ്ടിക്കപ്പെട്ട ഏതൊരു വ്യക്തിയേക്കാളും അധികമായി മറിയത്തെ പിതാവായ ദൈവം ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ആശീർവദിച്ചു. പൗരസ്ത്യ സഭാപിതാക്കന്മാർ മറിയത്തെ സർവവിശുദ്ധ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മശക്തിയാൽ താൻ അത്യുന്നതന്റെ പുത്രന് ജന്മം നൽകും എന്ന മാലാഖയുടെ ദൂത് ലഭിച്ച ഉടനെ തന്നെ മറിയം വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചു. കന്യകയിൽ നിന്നും ജനിച്ച ദൈവകുമാരൻ എന്ന വിശ്വാസ രഹസ്യത്തിൻ്റെ ആഴം തിരുസഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ആദ്യ നൂറ്റാണ്ട് മുതൽ മറിയത്തിൻ്റെ നിത്യകന്യകാ പദവിയെ സഭ പ്രഘോഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് എന്ന് അംഗീകരിക്കാൻ സാധിക്കാത്ത പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിക്കാർ അവരുടെ കണ്ടെത്തലുകളും വാദമുഖങ്ങളുമായി ഏറെ ശക്തമായി ഇന്ന് മുന്നോട്ടു വരുന്നു. വിശുദ്ധ അത്തനേഷ്യസ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: പുത്രനായ ദൈവം പിതാവിൻ്റെ അതേ സ്വഭാവത്തിൽ നിന്നും സാരാംശത്തിൽ നിന്നും ജനിച്ചു എന്നതിനെ നിഷേധിക്കുന്നവർ നിത്യകന്യകയിൽ നിന്നും അവൻ മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്നതിനെയും നിഷേധിക്കും. മറിയം ഒരു കളങ്കവും ഏൽക്കാത്ത നിത്യകന്യകയാകുന്നു എന്ന തിരുസഭാ പഠനമാണ് ഈ മാതൃവിശേഷണത്തിൻ്റെ കാതൽ. മറിയം തൻ്റെ ജീവിതത്തിൽ പുലർത്തി വന്ന കന്യകാത്വം സ്വർഗത്തിൻ്റെ വലിയ പദ്ധതി തന്നെയായിരുന്നു. കന്യകയിൽ നിന്നും ജനിക്കുന്ന ദൈവപുത്രൻ എന്ന സ്വർഗീയ പദ്ധതിയുടെ മുന്നൊരുക്കമായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. മറിയത്തിൻ്റെ കന്യകാത്വം ദൈവം തന്നെ പൂർണ്ണമായും മുൻകൈയെടുത്ത പ്രവൃത്തിയാകുന്നു. മറിയത്തിൻ്റെ കന്യകാത്വം ദൈവ പദ്ധതിയിലുള്ള നിസ്സംശയത്തിൻ്റെയും മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും അവളുടെ സമർപ്പണത്തിൻ്റെയും അടയാളം കൂടിയാണ്. ക്രിസ്തുവിനെ ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം അവൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തിൻ്റെ കന്യകാത്വത്തെ പ്രശോഭിതമാക്കുന്നത്. ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷ്യവുമാകുന്നു. ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും അവൾ മുക്തയായിരുന്നു. മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടർന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ വളരെ ആഴത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അത്തനാസിയോസാണ് മറിയം നിത്യകന്യകയാണ് എന്ന പദം തിരുസഭയിൽ ആദ്യമായി ഉപയോഗിച്ചത്. മറിയം നിത്യകന്യകയാണെന്ന വിശ്വാസത്തെ AD 553 നടന്ന രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് ആഴത്തിൽ പഠിപ്പിച്ചു.
മരിയ ഭക്തി എന്ന പോൾ ആറാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനത്തിൽ മറിയത്തിൻ്റെ കന്യകാത്വം ഏറെ പ്രതിപാദിക്കുന്നു. കന്യകയായിരിക്കെ പുരുഷ സമ്പർക്കം കൂടാതെ തന്നെ ദൈവസുതനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും അതിനുശേഷം കന്യകാത്വത്തിന് ഭംഗം വരാതെ ജീവിക്കുകയും ചെയ്തതിനെയാണ് മറിയത്തിൻ്റെ നിത്യകന്യകാത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതനായിരുന്ന ഉൾറിച്ച് സ്വിൻഗ്ലിയുടെ പ്രസ്താവന ഏറെ പ്രസക്തമാണ്. നമുക്കായി ദൈവപുത്രന് ജന്മം നൽകിയ നിർമ്മല കന്യകാമറിയം ശിശുവിൻ്റെ ജനനത്തിലും അതിനുശേഷവും കന്യകയായി തന്നെ തുടർന്നു എന്ന് സുവിശേഷത്തിലെ വാക്കുകൾക്കനുസൃതം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. കളങ്കമറ്റ കന്യക എന്ന് ലുത്തിനിയയിൽ വാഴ്ത്തിപ്പാടുന്ന വിശ്വാസികൾ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയെ മറിയത്തിൽ നിവർത്തിയായതിനെ സ്മരിക്കുകയും ദൈവാത്മാവിനെ സ്തുതിക്കുകയുമാണ് ചെയ്യുന്നത്. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാംബിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.